بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം സത്യവിശ്വാസികളാണ്. അല്ലാഹുവിലും അവൻ്റെ പ്രവാചകരിലും അന്ത്യനാളിലും എന്നു വേണ്ട വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും വിശ്വാസമർപ്പിക്കുന്നവരാണ്. ഈ ലോകം നശ്വരമാണെന്നും പാരത്രികമാണ് ശാശ്വതമെന്നും അവിടെ ചെല്ലുമ്പോൾ സത്യവിശ്വാസികളായ നമുക്ക് 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണെന്നാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി, അല്ലാഹുവിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, അല്ലാഹുവിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാനും ഇഷ്ടപ്പെടുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പാരത്രിക ഭവനത്തിലേക്ക് പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഭൗതികമായ ജീവിതത്തിൽ നിന്ന് പാരത്രിക ജീവിതത്തിലേക്ക് പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? വമഅന മഹബ്ബത്തിഹി, മഹബ്ബത്തിൻ്റെ അർത്ഥം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം അന്നൽ മുഅ്മിന ഇദാ കാന ഇൻദ നസ്ഇ ഫീ ഹാലത്തിൻ ലാ യഖ്ബലുൽ ഈമാന ഫീഹാ, ഈമാൻ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ, മരണാസന്നമായ ആ സന്ദർഭത്തിൽ, തൻ്റെ ജീവൻ ഈ ലോകത്തോട് യാത്ര പറയുന്ന സന്ദർഭത്തിൽ, ഇനി അപ്പുറം ഈമാൻ സ്വീകരിക്കപ്പെടുകയില്ല, ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ അയാൾ യുബശ്ശിറു ബിറുദ്വാനില്ലാഹി വ ജന്നത്തിഹി, അല്ലാഹുവിൻ്റെ റിദ്വാൻ തൃപ്തി കൊണ്ടും സ്വർഗം കൊണ്ടും അവനോട് സന്തോഷ വാർത്ത അറിയിക്കും. അപ്പോൾ ഫയകൂനു മൗതുഹു അഹബ്ബ ഇലൈഹി മിൻ ഹയാത്തിഹി, അവൻ്റെ മരണം ഭൗതിക ജീവിതത്തെക്കാൾ അവൻ ഏറ്റവും പ്രിയങ്കരമായി തീരും. മരിച്ച് പാരത്രിക ലോകത്തിലേക്ക് പോകുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിത്തീരും, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ടും അതുപോലെ തന്നെ സ്വർഗം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാഹു, അവനെ കാണാൻ അള്ളാഹും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അഫാല അലൈഹി ഫദ്ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തെ അവന് ചൊരിഞ്ഞുകൊടുക്കും. ധാരാളം സമ്മാനങ്ങൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. മഹാനായ പ്രവാചകന്റെ ഹദീസിൽ കാണാം, വമൻ കരിഹ ലിഖാ അല്ലാഹി, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ, താല്പര്യപ്പെടാത്തവർ, വെറുപ്പുള്ളവർ, അതിന് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ, അങ്ങനെ ആരെങ്കിലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കരിഹല്ലാഹു ലിഖാഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹും താല്പര്യപ്പെടുന്നില്ല, അള്ളാഹുവിനും അവനെ കണ്ടുമുട്ടുന്നത് വെറുപ്പുള്ള കാര്യമാണ്. കാരണം ഫൈനൽ കാഫിറ ഹീന യറാ മാ അഅദ്ദ ലഹു മിനൽ ഉഖൂബ, കാഫിറായ മനുഷ്യൻ, സത്യനിഷേധി, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ച ശിക്ഷയെ അവൻ കാണുന്ന സന്ദർഭത്തിൽ യബ്കീ ലിളലാലിഹി, അവൻ വഴിപിഴച്ചു പോയതിൻ്റെ പേരിൽ അവൻ വിലപിക്കുന്നതാണ്. അള്ളാഹു അവന് തയ്യാറാക്കി വെച്ച ശിക്ഷയെ കാണുമ്പോൾ, നേരെ മറിച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയെയും സ്വർഗത്തെയും
കാണിച്ചു കൊടുക്കുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തു. സത്യനിഷേധിക്ക് അവൻ അള്ളാഹു തയ്യാറാക്കി വെച്ച ശിക്ഷയെ കാണുമ്പോൾ യബ്കീൽ ലലാലിഹി, അവൻ വഴിപിഴച്ചു പോയതിൻ്റെ പേരിൽ വിലപിക്കുന്നതാണ്. വയക്റഹുൽ മമാത്ത, അങ്ങനെ മരിക്കുന്നതിനെ അവൻ വെറുക്കും. ഈ സമയത്ത് ഫയക്റഹുല്ലാഹു ലിഖാഹു, അവനെ കാണാൻ അള്ളാഹുവും താല്പര്യപ്പെടുന്നില്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹും വെറുക്കുകയാണ്. ഇവിടെ അള്ളാഹു തആല അവനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ തബ്ഈദുഹു അൻ റഹ്മത്തിഹി, അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരീകരിക്കലാണ്, വിദൂരമാക്കലാണ്. വഇറാദത്തു നിഖ്മത്തിഹി, അവൻ്റെ നിഖ്മത്ത് പ്രതികാര നടപടിയാ, ശിക്ഷ അവന് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കലാണ്. ഇതാണ് അള്ളാഹു അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല, വെറുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. മഹാനായ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ലൈസ മഅനൽ ഹദീഥി, ഈ ഹദീഥിൻ്റെ അർത്ഥമല്ല അന്ന ഹുബ്ബഹും ലിഖാ അല്ലാഹി സബബു ഹുബ്ബില്ലാഹി ലഹും, അള്ളാഹുവിനെ കാണാൻ അവർ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ കാരണമല്ല. വലാ അന്ന കറാഹത്തഹും സബബുൽ ലികറാഹത്തിഹി, അള്ളാഹു അവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, വെറുക്കുന്നു എന്ന് പറഞ്ഞത് അവർ അള്ളാഹുവിനെ കാണാൻ താല്പര്യപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു എന്ന് പറഞ്ഞത് അവരോട് അള്ളാഹു വെറുക്കുന്നു എന്ന കാരണമല്ല. ബലിൽ ഖർദ്, പക്ഷേ ഉദ്ദേശം ബയാനു വസ്ഫിഹിം, അവരുടെ വിശേഷണങ്ങളെ വിശദീകരിക്കലാണ്. ബി അന്നഹും യുഹിബ്ബൂന ലിഖാ അല്ലാഹി ഹീന അഹബ്ബ അല്ലാഹു ലിഖാഅഹും, അള്ളാഹു അവരെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുമ്പോൾ അവർ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന അവരുടെ വിശേഷണത്തെ വിശദീകരിക്കലാണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. അല്ലാതെ അവർ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ കാരണമോ, അവർ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാത്തത് അവർ വെറുക്കുന്നത് അള്ളാഹു അവരെ വെറുക്കുന്നതിൻ്റെ കാരണമാണ് എന്ന ഉദ്ദേശമല്ല എന്ന് മഹാനായ സൗരി റഹ്മത്തുള്ളാഹി പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചാൽ അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചില്ലെങ്കിലോ അള്ളാഹു അവരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്തു വേണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ഒരു ഭാഗം വെള്ളിയാഴ്ച നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ് 110 ആയത്തുകളാണ്. 110ാമത്തെ അവസാനത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കാണണമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ നല്ല അമലുകൾ ചെയ്തു കൊള്ളട്ടെ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തൻ്റെ രക്ഷിതാവിന് ഇബാദത്ത് ചെയ്യുന്ന, ആരാധന ചെയ്യുന്നതിൽ തൻ്റെ രക്ഷിതാവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കഹഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന നാം സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുക, ഷിർക്കിൽ നിന്ന് അകന്നു നിൽക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനെ കണ്ടുമുട്ടുന്ന, അള്ളാഹുവിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അർഹമുർ റഹീമിനായ തമ്പുരാൻ അവരുടെ രോഗങ്ങൾ പരിപൂർണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എല്ലാം മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ മുഅ്മിനായി മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.